അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങളെല്ലാവരും നൽകിയ സപ്പോർട്ട് വളരെ ഹൃദ്യമായിരുന്നു. ഇൻഷാ അല്ലാഹ് തുടർന്ന് ഇനിയും അത്തരത്തിലുള്ള പിന്തുണ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഇന്നത്തെ വീഡിയോ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അമേരിക്കൻ ബേസ്ഡായി കുറച്ച് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഒരു അലോവേറ കമ്പനിയുണ്ട്. അതായത് നമുക്കെല്ലാവർക്കും അറിയുന്ന, കേട്ട് പരിചയമുള്ള, നമ്മുടെ നാട്ടിൻപുറത്തിലെല്ലാം സുലഭമായിട്ടുള്ള ഒരു ഔഷധമാണ് ഈ ഒരു അലോവേറ എന്നുള്ളത്. അതിന് നമ്മുടെ സ്കിൻ കെയറിനും മറ്റുമെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അങ്ങനെ അതിനെ നമ്മുടെ സ്കിൻ കെയറിനും മറ്റു ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തേണ്ട രീതിയിൽ വിനിയോഗിച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഞാനിപ്പോൾ ഇവിടെ പ്രതിപാദിച്ച കമ്പനി. ആ കമ്പനിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാധാരണക്കാരാണ്, അല്ലാതെ സെലിബ്രിറ്റി കാര്യങ്ങളൊന്നുമില്ല. അതായത് അവർക്ക് ഈ ഒരു കമ്പനിയിൽ പ്രൊമോഷൻ മേഖലയിൽ ഒരു ജോലിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും ഈ ഒരു കമ്പനിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അതിന് ഹെഡായിട്ട് പ്രവർത്തിക്കുന്നത് ഈ ഒരു കമ്പനിയിലെ നേരിയ സൂപ്പർവൈസറും ആയിട്ടുള്ള ഏജൻറ്റ് അൻഷിത എന്നിവരാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ അവരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു കമ്പനിയുടെ പ്രൊമോഷൻ ആ ഹെഡ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് വേക്കൻസി ഒഴിവുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു 18-55 വയസ്സിനിടയിൽ പ്രായമുള്ളവരാണ് നിങ്ങൾക്ക് മൊബൈലും സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ അറിയുമെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു 2-3 മണിക്കൂർ ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷന് വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഒരു മാസം 25,000 മുകളിൽ നിങ്ങൾക്ക് വരുമാനം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്റ്റുഡൻസിനും പ്രധാനമായിട്ട് ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ടാണ് അവർക്ക് ജോലിക്കിടക്ക് ഇതിന് ഒരു 2-3 മണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ ഒരിക്കലും വരുമാനമാവും എന്നതിനെ ഉദ്ദേശിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു സംവിധാനമാണ്. അപ്പോൾ ഇത് സ്റ്റുഡൻസിനും എംപ്ലോയീസിനായാലും ഈ ഹൗസ് വൈഫ് അത്തരത്തിലുള്ള ആൾക്കാർക്ക് അയാൾക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, പങ്കുചേരാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് യാതൊരു ഫ്രോഡും കാര്യങ്ങളല്ല, ട്രസ്റ്റഡാണ്. കാരണം തുടക്കത്തിൽ നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളും ചെയ്യേണ്ടതില്ല. ഇതെങ്ങനെയാണ് ഈ പ്രൊമോഷൻ നടത്തേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ക്ലാസ്സും ട്രെയിനിങ്ങും എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആണ്. നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ ഇതിലെല്ലാവരും ചേരുന്ന ഞാൻ പറഞ്ഞില്ല. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏജൻറ്റ് അൻഷിത അവരുടെ ഇൻസ്റ്റ ഐഡിയും വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അതിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് തുടർ നടപടികളൊക്കെ സ്വീകരിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് 4ാം വ്യാവസായിക വിപ്ലവവും ഭാവി സമൂഹവും എന്ന വിഷയത്തിൽ എന്തുകൊണ്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറെ കാലിക പ്രസക്തിയുള്ളൊരു വിഷയം തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ഈ വ്യാവസായിക വിപ്ലവം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അതായത് ഈ 18ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്തിലും 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും യൂറോപ്പിലും മറ്റു ഭാഗങ്ങളിൽ പ്രകടമായ വലിയ സാങ്കേതിക സാമൂഹിക പരിവർത്തനത്തിൻ്റെ ഘട്ടങ്ങളെയാണ് നമ്മൾ ഈ വ്യാവസായിക വിപ്ലവങ്ങളെന്ന് പറയുന്നത്. അതായത് നമ്മുടെ കാലം ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ വ്യാവസായിക മേഖലയിൽ ഉണ്ടാകുന്ന വലിയ വിപ്ലവങ്ങൾ, അതിനെയാണ് നമ്മൾ ഈ വ്യാവസായിക വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയും. നിലവിൽ നമ്മൾ ഈ 2025 നമ്മൾ ഈ ഒരു വർഷത്തിൽ നമ്മളുള്ളത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് 4ാം വ്യാവസായിക വിപ്ലവത്തിലൂടെ, 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് 3 വ്യാവസായിക വിപ്ലവങ്ങൾ നമ്മൾ കഴിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ 3 വ്യാവസായിക വിപ്ലവങ്ങളെല്ലാം നമ്മെ പുതിയ എനർജി സോഴ്സുകൾ, മെക്കാനിക്കൽ സാങ്കേതികവിദ്യ എന്നിവയിലേക്കായിരുന്നു നമ്മളെ കൊണ്ടെത്തിച്ചത്. എങ്കിൽ ഈ 4ാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനം തന്നെ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത് ഒരു ഡിജിറ്റൽ മാറ്റത്തിനായിരുന്നു. ഒരു കൃത്രിമ ബുദ്ധി, ഒരു AI, അത്തരത്തിലുള്ള ഒരു പുതിയ കമ്പ്യൂട്ടർ, അത്തരത്തിലുള്ളൊരു ഡിജിറ്റൽ മാറ്റത്തിനായിരുന്നു 4ാം വ്യാവസായിക വിപ്ലവം പ്രാധാന്യം നൽകിയത്. ഇത് പറഞ്ഞു തന്നത് 1ാമത്തെ 2ാമത്തെ 3ാമത്തെ വ്യാവസായിക വിപ്ലവങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇരുമ്പിന്, അല്ലെങ്കിൽ ഭൂമിക്ക്, അല്ലെങ്കിൽ മറ്റു മെക്കാനിക്കൽ ഊർജം, സാങ്കേതികവിദ്യ എന്നീ ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിരുന്നു പ്രാധാന്യം നൽകിയതെങ്കിൽ ഈ 4ാം വ്യാവസായിക വിപ്ലവം വന്നതുകൂടെ പെട്ടെന്ന് അതൊരു മാറ്റം സംഭവിക്കുകയാണ്. പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാതെ ഈ ഒരു AI,
കൃത്രിമ ബുദ്ധി അങ്ങനെ കാര്യങ്ങളൊക്കെ കടന്നു വരികയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു 4ാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഏറ്റവും ഒരു അടിസ്ഥാനം, അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ഈ ഒരു ടെക്നോസെൻട്രിക് യുഗത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം 4ാം വ്യാവസായിക വിപ്ലവത്തിന് സാക്ഷിയായി നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. അതാണ് നമ്മൾ പോലും അറിയാതെ നമ്മൾ സാക്ഷിയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല ChatGPT, Gemini, Grok AI പോലത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ ഈ ഒരു 4ാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണെന്ന് നമുക്കൊരു നിലയ്ക്ക് പറയാൻ സാധിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മളതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒരു 4ാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ അറിയാതെ പോവുകയാണ്. ഇനി കഴിഞ്ഞ പോയ വ്യവസായ വിപ്ലവം നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കണ്ണോടിക്കുന്ന സമയത്ത് ആദ്യത്തെ 3 വ്യവസായ വിപ്ലവം നേരത്തെ പറഞ്ഞതുപോലെ എനർജി സോഴ്സുകൾ അതിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചത്. പക്ഷേ ഈ ഒരു 4ാം വ്യാവസായിക വിപ്ലവം തീർത്തും ഒരു വലിയൊരു മാറ്റത്തിന് സാക്ഷിയായിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് ഈ 4ാം വ്യാവസായിക വിപ്ലവം എന്ന് നമ്മൾ ഡീറ്റെയിലായി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ 4ാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ അടിസ്ഥാനം മുൻ കഴിഞ്ഞ വിപ്ലവങ്ങളുടെ പോലെ കേവലം എനർജി സോഴ്സ് പോലത്തേക്കല്ല പ്രാധാന്യം നൽകിയത്, മറിച്ച് ഡിജിറ്റൽ മാറ്റത്തിനാണ്. അതായത് കൃത്രിമ ബുദ്ധി, റോബോട്ടിക്സ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളുടെ ഉച്ചകോടി. ഈ 4ാം വ്യാവസായിക വിപ്ലവത്തിൽ ഒരുപാട് വെല്ലുവിളികളും സാധ്യതകളൊക്കെ ഉണ്ട്. അതായത് ഒരു AI കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരുപാട് ജോലി സാധ്യതകൾ വരികയാണ്. മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ജോബുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു 4ാം വ്യാവസായിക വിപ്ലവത്തിന് ഉൽപ്പന്നമായിട്ടുള്ള ഈ AIക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. അതൊക്കെ ഒരു നിലയ്ക്ക് നമുക്ക് വരുന്ന ഉപകാരങ്ങളാണ്. അതേ സമയത്ത് ഇതിന് ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഒരു കാര്യത്തിന് പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടായിരിക്കുമല്ലോ. അതുപോലെ പോസിറ്റീവിനേക്കാൾ ഏറെയുള്ളത് നെഗറ്റീവാണ് ഈ 4ാം വ്യാവസായിക വിപ്ലവത്തിനാണ് ഒരുപാട് ചിന്തകന്മാരൊക്കെ പറയുന്നത്. അതിനുള്ള പ്രധാന കാര്യങ്ങൾ അതാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ ഭാവി സമൂഹം എന്നതിന് ഉദ്ദേശിച്ചത്. ഈ 4ാം വ്യാവസായിക വിപ്ലവം ഈ 2021 അതോടുകൂടി ഇങ്ങനെ ആരംഭിക്കുന്ന സമയത്ത് ഇനി വരാൻ വേണ്ടി പോകുന്ന നമ്മുടെ ഭാവി സമൂഹത്തിന്, ഫ്യൂച്ചർ സൊസൈറ്റിക്ക് എന്തായിരിക്കും ഈ ഒരു 4th ഇൻഡസ്ട്രി റെവല്യൂഷൻ, ഈ 4ാം വ്യാവസായിക വിപ്ലവം സമ്മാനിക്കുക, ഈ ഒരു AI കൃത്രിമ ബുദ്ധിയൊക്കെ സമ്മാനിക്കുക എന്ന വലിയൊരു ചോദ്യം ഉത്തരം കിട്ടാതെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പരിശോധിക്കുന്ന സമയത്ത് അതിൻ്റെ സാധ്യതകളും അതിൻ്റെ വെല്ലുവിളികളും നമുക്ക് നോക്കാം. ഇതിൻ്റെ സാധ്യതകൾ എന്നുള്ളത് ഉയർന്ന ഉൽപ്പാദനക്ഷമത, പുതിയ തൊഴിൽ അവസരങ്ങൾ, മികച്ച സേവനങ്ങൾ, വ്യക്തിപരമായ പരിചയങ്ങൾ, ആരോഗ്യ പരിപാലനത്തിലെ പുരോഗതികൾ എന്നിവയൊക്കെല്ലാം ഇതിൻ്റെ വലിയ വലിയ സാധ്യതകളായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ സാധ്യതകളേക്കാൾ ഏറെയുള്ളത് ഇതിന് വെല്ലുവിളികളാണ്. അതായത് ഇതിന് ഈ ഒരു AI കാര്യങ്ങളൊക്കെ വരുന്നത് കൂടെ തൊഴിലവസരങ്ങൾ കൂടുന്നു പറഞ്ഞു. അതേ സമയത്ത് മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ജോബുകളും ടീച്ചിങ് മേഖലയൊക്കെ ഇല്ലാണ്ടാവും, അതൊക്കെ റോബോട്ടുകൾ ഏറ്റെടുക്കുമെന്നാണ് ചിന്തകന്മാരൊക്കെ പറയുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് തൊഴിലവസരങ്ങൾ കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു AI ഉപയോഗിച്ചിട്ടുള്ള സൈബർ ആക്രമണം കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നത് നമുക്ക് സുരക്ഷത കുറവായിരിക്കും. പിന്നെ സ്വകാര്യ പ്രശ്നങ്ങളുണ്ടായിരിക്കും. പിന്നെ കൃത്രിമ ബുദ്ധിയുടെ അമിത ഉപയോഗം ഉണ്ടായിരിക്കും. പിന്നെ സാമ്പത്തിക വിഭജനം എന്നിവയെല്ലാം ഇതിൻ്റെ വലിയ വലിയ വെല്ലുവിളികളാണ്. അതായത് സാധ്യതകളേക്കാൾ ഏറെ ഇതിനുള്ളത് വെല്ലുവിളികളാണ്, അതിൽ ഒരു തർക്കവുമില്ല. ഇനി ഒരുപാട് ചിന്തകന്മാരുടെ ഒരുപാട് ആശയങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗൂഗിളിൻ്റെ CEO ആയിട്ടുള്ള സുന്ദർ പിച്ചെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു 4ാം വ്യാവസായിക വിപ്ലവം മൂലം നമ്മുടെ ഭാവി സമൂഹം നേരിടാൻ വേണ്ടി പോകുന്ന വെല്ലുവിളികൾ അതെന്തെല്ലാം ആകുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതെന്നത് ഇതൊരു ക്യൂരിയോസിറ്റിയുടെ കൂടെ ഒരു എന്താകും എന്ന് പറയുന്ന ഒരു ആകാംക്ഷയോട് കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ChatGPT വക്താവായിട്ടുള്ള എലോൺ മസ്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയുണ്ടായി. അതായത് നമ്മുടെ ഈ ഒരു 4ാം വ്യാവസായിക വിപ്ലവം എന്നുള്ളത് നമ്മൾ വളരെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്കൊരുപാട് തൊഴിലവസരങ്ങളും അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്കൊരുപാട് സാധ്യതകളൊക്കെ ഉണ്ട്. എന്നാൽ അതിനെ ദുരുപയോഗം ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതുമൂലം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ വളരെ വലുതായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞ അർത്ഥം എന്നുള്ളത്. അതായത് ഈ ഒരു 4ാം വ്യാവസായിക വിപ്ലവത്തിന് ഉൽപ്പന്നമായിട്ടുള്ള ഈ ഒരു AIയും ഈ ഒരു ഓൺലൈൻ സംവിധാനങ്ങളും കമ്പ്യൂട്ടറും മൊബൈലും മറ്റു കാര്യങ്ങളല്ല നമ്മളതിൻ്റെ ഉപയോഗിക്കേണ്ട രീതിയിൽ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്കിതുമായി ഉണ്ടാകുന്ന നമ്മുടെ ജോലി അവസരങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം വളരെ വലുതായിരിക്കും. അപ്പോൾ ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങളിലേക്ക് എത്തിക്കുക, നിങ്ങളിതിനെ പറ്റി അറിയുക എന്നൊരു താല്പര്യത്തോടുകൂടെ ചെയ്ത വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.